പക്ഷേ പ്രതികൾ ഒരു രീതിയിലും ഈ കാര്യങ്ങൾ പുറത്താരോടും കാര്യമായി പറയുന്നില്ല. പക്ഷേ കഴിഞ്ഞ അടുത്ത കാലങ്ങളിലൊക്കെ ഈ നിലവിൽ കസ്റ്റഡിയിലുള്ള ചില ആളുകൾ കലയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് മദ്യപിക്കുന്ന സദസ്സിൽ ചില ആളുകളോട് പറഞ്ഞിരുന്നു. ആ പറഞ്ഞ ആളുകളിൽപ്പെട്ട ചിലരാകാം ഇവരോട് എന്തെങ്കിലും ദേഷ്യമോ മറ്റോ ഉള്ള, അല്ലെങ്കിൽ പെട്ടെന്നുണ്ടായ, അല്ലെങ്കിൽ ഒരുപക്ഷെ ഇത് തെളിയിക്കപ്പെടണം എന്നുള്ള ആഗ്രഹമുള്ള ആളുകൾ ആയതുകൊണ്ടാകാം അവർ അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷനിലേക്കൊരു ഊമക്കത്ത് അയക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലൂടെയാണ് 5 പേരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തത്. അവരെല്ലാം കൊലപാതക വിവരം സമ്മതിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് നൽകുന്ന അനൌദ്യോഗികമായ വിവരം. അതിലേക്ക് അവർക്ക് പ്രേരണയായത് കലയ്ക്ക് ഏതെങ്കിലും കലയുടെ വ്യക്തിപരമായ ചില പ്രശ്നങ്ങൾ ആണ് എന്നുള്ളതാണ് അവർ മൊഴി നൽകിയിരിക്കുന്നത്. കാരണം അനിലുമായിട്ട് കുടുംബപരമായ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇതിനുശേഷം അനിൽ വിദേശത്ത് പോയി. ഇതിനുശേഷവും ആ കുടുംബപരമായ പ്രശ്നങ്ങൾ തുടർന്നു. പിന്നീട് ഇവർ ഈ കസ്റ്റഡിയിലുള്ള ആളുകൾ ചേർന്ന് കലയുമായി കുട്ടനാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പോയി അവിടെ നിന്ന് ആഹാരമൊക്കെ കഴിച്ച് കാറിൽ മടങ്ങി വരുന്ന വഴി ചാൾ ഉപയോഗിച്ച് കൊലപ്പെടുത്തി ഇവിടെ സെപ്റ്റിക് ടാങ്കിൽ കൊണ്ടുവന്ന് ഉപേക്ഷിക്കുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന അനൌദ്യോഗികമായിട്ടുള്ള വിവരം. അതിന്റെ അടിസ്ഥാനത്തിൽ, ആ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് വീടിന്റെ തൊട്ടടുത്തുള്ള നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് ആ വീട് കാണാമെന്ന് തോന്നുന്നു. ഒരു പുതിയ വീടാണ്. ആ പുതിയ വീട് പണിഞ്ഞപ്പോഴും പഴയ കക്കൂസും കുളിമുറിയും പൊളിച്ചു മാറ്റിയത്. അപ്പോൾ നാട്ടുകാരൊക്കെ ചോദിച്ചു, ഇത്രയും നല്ല കാശ് മുടക്കി വീട് പണിഞ്ഞിട്ട് അതിനൊരു അപശകുനമായിട്ട് എന്തിനാണ് ഈ കക്കൂസും കുളിമുറിയും ഇവിടെ നിർത്തിയിരിക്കുന്നത്, പൊളിച്ച് കളയരുത് എന്ന് ചോദിച്ചപ്പോൾ വാസ്തുശാസ്ത്ര പ്രകാരം ആ കക്കൂസും കുളിമുറിയും അവിടെ വേണം, അതാണ് ഐശ്വര്യം, അതുകൊണ്ടാണ് പൊളിച്ചു മാറ്റാത്തത് എന്നാണ് അന്ന് ബന്ധുക്കളോടും നാട്ടുകാരോടും ഒക്കെ പറഞ്ഞതെന്നാണ് നമ്മൾ സംസാരിക്കുന്ന ആളുകളൊക്കെ പറയുന്ന ഒരു പക്ഷേ കഥയാകാം. സ്വാഭാവിക തന്നെ നാട്ടിൻപുറമായതുകൊണ്ട് ഇത്തരത്തിലുള്ള കഥകൾ, ഒരു സംഭവം ഉണ്ടാകുമ്പോൾ സ്വാഭാവിക തന്നെ കഥകൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. അങ്ങനെ ഉണ്ടായിരിക്കുന്ന കഥയാണ്. പക്ഷെ ആ കഥയ്ക്കൊരു ലോജിക്കുണ്ട്. കാരണം നല്ലൊരു വീടിന്റെ മുന്നിൽ ആരെങ്കിലും ഇത്രയും മോശമായൊരു കക്കൂസും കുളിമുറിയും വെക്കേണ്ട കാര്യമില്ല. പ്രത്യേകിച്ച് അകത്തൊക്കെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂം ഒക്കെ ഉള്ള ഈ വീട്ടിൽ എന്തായാലും ആ ഒരു സംശയം. അപ്പോൾ സ്വാഭാവികം തന്നെ പോലീസ് അന്വേഷിച്ചപ്പോൾ ഈ ബാത്റൂം നിലനിർത്തിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായി ഒരു പക്ഷേ തലയെ കൊന്ന് അതിനകത്ത് കുഴിച്ചുപോയി. ഒരു പക്ഷേ ഇതൊക്കെ പൊളിച്ചു കഴിയുമ്പോൾ ഇതിന്റെയൊക്കെ അടിത്തറയൊക്കെ ഇറക്കേണ്ടി വന്നാൽ ഒരു പക്ഷേ ഈ മൃതദേഹം പുറത്ത് വന്നേക്കാം എന്നുള്ളൊരു സംശയമായിരിക്കാം ഈ പുറത്തെയുള്ള ശൗചാലയം നിലനിർത്താനുള്ള കാര്യം. അങ്ങനെയൊക്കെയുള്ളൊരു നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഈ കേസിന്റെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയതും കൃത്യത്തിൽ നേരിട്ട് ഇടപെട്ട 5 പേരെ കസ്റ്റഡിയിലെടുത്തതും അവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അനിലിന്റെ വീടിനോട് ചേർന്നുള്ള കക്കൂസിന്റെ ചേർന്നുള്ള ഭാഗം കുഴിച്ച് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പരിസരവാസികളൊക്കെ ഈ സെപ്റ്റിക് ടാങ്ക് നിൽക്കുന്ന ആ വീടിന്റെ അടുത്തൊക്കെ ആളുകളുണ്ടോ? ഒരുപാട് പേര് താമസിക്കുന്നുണ്ടോ? രഘു, ഈ പരിസരവാസികളായിട്ട് ഒരുപാട് പേരൊക്കെ ഉണ്ടോ? ധാരാളം ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അവർക്കൊന്നും ഇതിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ഒരു അല്പസമയം മുമ്പ് നമ്മൾ ഒരാളോട് സംസാരിച്ചു. അദ്ദേഹം പറയുന്നത് ഞാൻ മുമ്പേ പറഞ്ഞത് തന്നെയാണ്. കല സ്വാഭാവികമായിട്ട് തന്നെ ഒരാളുമായി ഇഷ്ടത്തിലായിരുന്നു, അയാളുമായി വിവാഹം കഴിച്ചു, അതിലൊരു കുട്ടി ഉണ്ടാവുന്നതിന് ശേഷം മറ്റൊരാളുമായി സ്നേഹത്തിലാവുന്നു, ഇവിടെ വിട്ടുപോകുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് തന്നെ ആ വീട്ടുകാർക്കും നാട്ടുകാർക്കും അവരുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്കും ഉണ്ടാവുന്ന അഭിമാനക്ഷതം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതിന്റെ അടിസ്ഥാനത്തിൽ കല പോയി അവൾ എവിടെയെങ്കിലും പോകട്ടെ എന്നുള്ളൊരു ചിന്തയിലേക്ക് ബന്ധുക്കളൊക്കെ എത്തുകയും പിന്നീട് കലയെക്കുറിച്ച് ആരും തിരക്കാതിരിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ഈ കൊലപാതകം അല്ലെങ്കിൽ കലയുടെ തിരോധാനത്തെ കുറിച്ചുള്ള കൂടുതൽ അന്വേഷണം നടക്കാഞ്ഞതും ഒരു മാൻ മിസ്സിംഗ് കേസായിട്ട് ഈ കേസ് അവസാനിക്കുന്നതും. അതുകൊണ്ട് ഇത്രയും കാലം 15 വർഷത്തിലധികം പ്രതികൾക്ക് എന്തൊക്കെ മാറ്റം. ഈ അനിൽ 2ാമത് വിവാഹം കഴിക്കുകയും അതിനകത്ത് 2 കുട്ടികൾ ഉണ്ടാവുകയും ചെയ്ത അയാളിപ്പോൾ വിദേശ രാജ്യങ്ങളിൽ പോയതിനു ശേഷം നിലവിൽ ഇസ്രയേലിലാണ് ജോലി. അത്തരത്തിൽ ഇവരെല്ലാം സുഖമായി ജീവിതം മുന്നോട്ട് നയിക്കുകയും ചെയ്തു. പക്ഷേ എല്ലാ കുറ്റകൃത്യത്തിലും ഒരു തെളിവ് അവശേഷിക്കുമെന്ന് പറയുന്നത് പോലെ തന്നെ, അല്ലെങ്കിൽ എല്ലാ കുറ്റകൃത്യത്തിലേക്കും വിരൽ ചൂണ്ടുന്ന ഒരു തെളിവുകൾ അല്ലെങ്കിൽ ഒരു സംഭവം ഉണ്ടാകുമെന്ന് പലപ്പോഴും പറയാറുണ്ട്. അത്തരത്തിലുള്ള ഒരു സംഭവം ഈ കേസിലും ഉണ്ടായി. ഈ നിലവിൽ കസ്റ്റഡിയിലുള്ള ആളുകളിൽ ചിലർ പതിവായി മദ്യപിക്കുകയും ആ മദ്യപാന സദസ്സിൽ വെച്ച് ഈ വിവരം മറ്റൊരാളോട് പറയുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സംഭവം പുറത്തറിയുന്നതും ഇത്തരത്തിൽ പോലീസിലേക്ക് ഒരു ഊമക്കത്ത് ലഭിക്കുന്നതും. അങ്ങനെ അമ്പലപ്പുഴ പോലീസ് കൃത്യമായി കേസ് അന്വേഷിച്ച് 4 പേരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് കൊലപാതകത്തിലെ പ്രേരണയായ കാര്യങ്ങളും എവിടെയാണ് അദ്ദേഹം മറവ് ചെയ്തതെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്കും എത്തുന്നത്. പക്ഷേ
അപ്പോഴും നമ്മൾ എപ്പോഴും പറയേണ്ട ഒരു കാര്യമുണ്ട്, കലയെ 15 വർഷമായിട്ട് കാണുന്നില്ല, കലയുടേത് കൊലപാതകമാണെന്ന് ഇന്നലെ വരെ അല്ലെങ്കിൽ 2 ദിവസം മുമ്പ് വരെ അല്ലെങ്കിൽ 2 മാസം മുമ്പ് വരെ ഒരാൾക്കും സംശയമുണ്ടായിരുന്നില്ല. പോലീസിന് പോലും ആ കേസ് കോടതിയിൽ തെളിയിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ കലയുടേത് മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ വീണ്ടെടുക്കേണ്ടതുണ്ട്. അതും ഈ സ്ഥലത്ത് നിന്ന് തന്നെ അസ്ഥികൂടമോ 15 വർഷമായതുകൊണ്ട് സ്വാഭാവികമായിട്ട് തന്നെ ബോഡി ഉണ്ടാവില്ല. അസ്ഥികൂടമോ നഖമോ മുടിയോ അങ്ങനെ എന്തെങ്കിലും വീണ്ടെടുത്തുകൊണ്ട് DNA പരിശോധനയൊക്കെ നടത്തിയത് കലയുടെ മൃതദേഹമാണെന്ന് തന്നെ ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമായിരിക്കാം ഈ കേസിന്റെ ഒരു ഈ കേസ് നിലനിൽക്കുകയുള്ളൂ. അതാണ് ഈ കേസിന്റെ ഒരു പ്രത്യേകത. അതിനുവേണ്ടിയുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു 4 അടിയോളം താഴ്ത്തി സെപ്റ്റി ടാങ്കിന്റെ മൂടി ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ആ ഭാഗത്ത് മണൽ മാറ്റുന്നത് അവസാനിപ്പിച്ചിട്ട് അതിനകത്തുള്ള വേസ്റ്റ് ഒരു വാഹനത്തിലേക്ക് മാറ്റാൻ വേണ്ടിയുള്ള റഫ്യൂസ് മാലിന്യം കൊണ്ടുപോകുന്ന വാഹനം എത്തിച്ചിട്ടുണ്ട്. അത് അതിലേക്ക് മാറ്റിക്കൊണ്ട് കൂടുതൽ പരിശോധന നടത്താനുള്ള ശ്രമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്.